മഴ തോരും മുമ്പേയുടെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ മനുവും അലീനയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. മനു ചോദിച്ചു, നീ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് എനിക്ക് ആലോചിക്കാൻ പോയി വയ്യ അലീന. അത് കേട്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് കരച്ചിൽ പിടിച്ചെടുക്കാൻ പറ്റാതെ വന്നു. മനുവേട്ടാ എന്നും പറഞ്ഞിട്ട് അവൾ വിങ്ങിപ്പൊട്ടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, മനുവേട്ടാ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. കരയണ്ട മോളെ, ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം മതി. സമ്മതിച്ചില്ലെങ്കിൽ മനുവേട്ടന്റെ ജീവിതം കോഞ്ഞാട്ടയായി പോകുന്നുള്ള സിമ്പതി ഒന്നും വേണ്ട കേട്ടോ. ഇതുവരെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ മുഖത്ത് ഞാനത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരാളാണ് എന്നെക്കാൾ യോഗ്യനെന്ന് തോന്നിയാൽ ഓക്കെ, പരാതിയില്ല. അജീവനാന്ത ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നതാണ് ഒരു പുരുഷന്റെ ആത്മജീവിത സാക്ഷാത്കാരം എന്നൊരു മഹാസങ്കല്പമൊന്നും എനിക്കില്ല. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ വിഷയം ഇവിടെ വെച്ച് അങ്ങ് വിടാം. ഞാൻ ചോദിക്കാൻ മറന്നു, എങ്ങനെയുണ്ട് പുതിയ സ്ഥലം, പുതിയ വീട്, പുതിയ അച്ഛൻ, പുതിയ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഇടർന്ന കണ്ടത്തോടു കൂടി അലീന ചോദിക്കുകയാണ്. മനുവേട്ടൻ ഇപ്പൊ എന്നോട് ദേഷ്യ. മനുശങ്കരന് അത് മനസ്സിലായി. തന്റെ സ്വരം പരുഷമായിരുന്നു. സ്തോഭത്തിൽ നിന്ന് സൗമ്യതയിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ചു വരാൻ കഴിയില്ല. പിന്നെ ഇപ്പോ പെട്ടെന്ന് ദേഷ്യം പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ മുഖം ഇങ്ങോട്ട് നീ അടുത്ത് കൊണ്ടുപോവാ. കൊണ്ടുവന്നോ? ആ, കൊണ്ടുവന്നു. കണ്ണീര് വന്നു നിന്റെ നനഞ്ഞ ആ ഇടത്തെ കണ്ണിൽ ഒരു ഉമ്മ. നെക്സ്റ്റ് വലത്തെ കുസൃതി കണ്ണിലും ഒരു ഉമ്മ. ഓക്കെ, ഇപ്പൊ ദേഷ്യം എല്ലാം പോയി. ഇനി പറ, എങ്ങനെയുണ്ട് കുളത്തൂപ്പുഴ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്? അല്ല, അതിനൊക്കെ മുമ്പ് മറ്റൊരു പ്രധാന കാര്യം, ഇതേതാ ഈ നമ്പര്? രോഹിത് തന്നതാ? ചുമ്മാതല്ല, എനിക്ക് ഒരു പിടിയും കിട്ടാതെ പോയത്. അലീന താൻ കുളത്തൂപ്പുഴയിൽ എത്തിയത് മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറഞ്ഞു. മനുശങ്കർ ഇടയ്ക്കിടെ ചില കമന്റുകളോട് മൂളി കേട്ടോണ്ടിരുന്നു. ഒടുവിൽ അലീന അവന്റെ മുമ്പിൽ ഒരു അപേക്ഷ വെച്ചു. മനുവേട്ടൻ ഇനി വരുമ്പോൾ കടപ്പാട്ടൂരിലോട്ട് ഒന്ന് പോണേ. ഞാൻ പോന്ന ശേഷം അവിടെ ഇച്ചിരി പ്രശ്നത്തിലൊക്കെയാ. അമ്മ എന്നോടുള്ള വാശിക്ക് അവിടുത്തെ ടൈം ടേബിളൊക്കെ മാറ്റി വെച്ചു. 3 പേരും വിഷമിച്ചിരിക്കുക. രോഗത്തിന് ഇനി തെറ്റിപ്പോവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ബബിത, മനുവേട്ടൻ ചെന്ന് അവളോട് സംസാരിക്കണേ. അവൾക്ക് പെട്ടെന്ന് മനസ്സിടിയും. ഇനി ഒന്നും നോക്കാനില്ല, ആരെയും വകവെക്കത്തും ഇല്ല. സ്നേഹം കൊണ്ടല്ലാതെ അവളെ അനുസരിപ്പാൻ പറ്റത്തില്ല. മനുവേട്ട ഇനി എന്നാ മനുവേട്ട വീട്ടിലേക്ക് തിരിച്ചു പോണേ? ഉടനെ തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. സാരമില്ല, ഈ വീക്കെൻഡിൽ പോയേക്കാം. ഏതായാലും നീ എൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് വെച്ചതല്ലേ? അയ്യോ മനുവേട്ടൻ അതിനുവേണ്ടി മാത്രം പോകണ്ട. അരിന, നീ എന്നെ വിളിച്ചത് ഇതിനു വേണ്ടി മാത്രമല്ലേ? ഒക്കെ ഞാൻ അതൊക്കെ ചെയ്തോളാം. വേറെ വല്ലതും പറയാനുണ്ടോ? എൻ്റെ അടുത്തുള്ള ദേഷ്യം പോയോ? കംപ്ലീറ്റ് ദേഷ്യവും പോയി. അല്ല, കുറച്ച് ദേഷ്യം ഉണ്ടെങ്കിൽ എന്താ? മനുവേട്ടൻ എൻ്റെ അടുത്തൽ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. ദേ വെച്ചു അവൾ ആ കോൾ എൻ്റെ ബട്ടൺ അമർത്തുമ്പോഴേക്കും കള്ളി എന്ന് അവൻ ആത്മകഥ പോലെ മന്ത്രിക്കുന്നതും കേട്ടു. അലീന ചുമരിലേക്ക് ചാരി നിന്ന് ദീർഘനിശ്വാസം എടുത്തു. പുറമേ ഒരു ഉണർവും സന്തോഷവും ഒക്കെ തോന്നിയെങ്കിലും മനസ്സിന്റെ അടിത്തട്ടിൽ ഭീതിയുടെ ഒരു അഗ്നിപർവ്വതം പൊട്ടി. ഈ സ്നേഹം മായ്ക്കാനാത്ത മുറിവുകളും സഹിക്കാനാവാത്ത സങ്കടങ്ങളും കൊണ്ടുവരുമെന്ന് ഉള്ളിൽ നിന്ന് ആരോ മുന്നറിയിപ്പ് നൽകുന്ന പോലെ അവൾക്ക് തോന്നി. തനിക്ക് സ്വീകരിക്കാനാവുമോ? എവിടെയെങ്കിലും ഇത് അംഗീകരിക്കപ്പെടുമോ? അലീനയ്ക്ക് ഉത്തരം ഒന്നും കിട്ടുന്നില്ല. പിന്നീട് കാണുന്ന കാഴ്ച, ഔതുക്കുട്ടിച്ചായന പുനലൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. ഔതുക്കുട്ടിച്ചാൻ വന്ന കാറ് അന്നേ ദിവസം തന്നെ തിരിച്ചയച്ചതിനാൽ ബൈജു ആണ് കൊണ്ടുവിടുവാൻ പോകുന്നത്. കാർ അങ്ങോട്ട് ഇറക്കി പോകാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോഴാണ് ഔതുക്കുട്ടിച്ചാനൊപ്പം അലീനയും മുറ്റത്തേക്ക് ഇറങ്ങി വന്നത്. കാറിലേക്ക് കയറുന്ന മുമ്പേ അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഔതുക്കുട്ടിച്ചാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് നാളെ മറ്റന്നാളോ ഇനി തിരിച്ചു വരാം കേട്ടോ. ഈ പുനലൂർ എന്ന് പറയുന്നത് ഒരുപാട് അകലെയൊന്നുമല്ല. വേണമെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് വേറെ ചില ഇടപാടുള്ളത് കൊണ്ടാട്ടോ. അപ്പോൾ അലീന പറഞ്ഞു, വല്യപ്പച്ചൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോലെ തോന്നുവാണ്. ഞാനും കിണലും കൂടി പിണക്കുവാന്നറിയാലോ. തൽക്കാലം നീ അവന്റെ അടുക്കൽ കുസ്തിക്കൊന്നും പോകണ്ട, അടുക്കളയിലും കയറണ്ട. നാളെ വീണ്ടും സമരം തുടങ്ങും. നീ ഒറ്റയ്ക്ക് എന്ത് സമരം ചെയ്യാനാ മോളെ? ഈ മുറ്റത്തെ കൊടിയും പിടിച്ചിരുന്ന് മുദ്രാവാക്യം വിളിക്കുമോ? അതിനൊക്കെ വേറെ വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വല്യപ്പച്ചൻ പോയിട്ട് വാ. മോളെ, അടുത്ത തവണ പോകുമ്പോൾ നമുക്ക് ഒന്നിച്ചു പോകണം. നിനക്ക് എൻ്റെ തറവാട് കാണണ്ടേ? ആദ്യം ഞാൻ ഇവിടുന്ന് കാലം ഉറപ്പിച്ചോട്ടെ വല്യപ്പച്ച. അത് ശരിയാണ്, എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ മോളെ. ഉവെന്ന് അലീന തലയാട്ടി. അതുകുട്ടിച്ചാൻ കാറിൽ ചെന്ന് കയറി. കാർ പതിയെ ഓടി ചെറിയ കുന്നിറങ്ങി. ആ കാർ അപ്രത്യക്ഷമായി. വൈകിട്ട് 4 മണിയോടെ മറ്റൊരു കാറ് ബംഗ്ലാവിന്റെ മുറ്റത്തെത്തി. ആൻ്റപ്പൻ അപ്പോൾ സിറ്റൗട്ടിലുണ്ടായിരുന്നു.
കാറിൽ നിന്ന് മധ്യവയസ്കയായ ഒരു സ്ത്രീയും ജീൻസും ടീഷർട്ടും ധരിച്ചൊരു പെൺകുട്ടിയും ഇറങ്ങി. ആൻ്റപ്പൻ ഓടി സ്റ്റാൻലിയുടെ മുറിയിലെത്തി. സ്റ്റാൻലി സോഫയിൽ ചാരിക്കിടന്ന് ആനിമൽ പ്ലാനറ്റ് കാണുകയായിരുന്നു. അയാൾ തല തിരിച്ച് ആൻ്റപ്പനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം ആൻ്റപ്പന് അറിയാം. സാർ, റീതാമ്മ കൊച്ചമ്മയും സ്റ്റാനിയ മോളും. സ്റ്റാൻലി ടി വി മോണിറ്ററിലേക്ക് തന്നെ കണ്ണു നട്ടിട്ടുകൊണ്ട് ചോദിക്കുകയാണ്, എവിടെ? വന്നിട്ടുണ്ട്. ആ വരട്ടെ, അതിനെന്താ, നീ പോയി നിന്റെ പണി നോക്ക്. ആൻ്റപ്പൻ വാതിൽ ചാരിയിട്ട് തിരിച്ചു നടന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കായി. യേസ് കമിൻ. റീതാമ്മയും ടാനിയയും മുറിയിലേക്ക് കയറി. സോഫയിലേക്കും കാർപ്പറ്റിലേക്കും ഉണ്ടായിരുന്ന നായ്ക്കൊക്കെ സ്റ്റാൻലി ഏതോ സിഗ്നൽ നൽകി. അവ മെല്ലെ മുറി വിട്ടുപോയി. സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കിയിട്ട് ടാനിയ യാന്ത്രികമായിട്ട് ഉരുവിട്ടു. ഗുഡ് മോർണിംഗ് പപ്പ. ആ, വെരി ഗുഡ് മോർണിംഗ്. റീത, ഗുഡ് ഈവനിങ്. ഇരിക്കെ. പട്ടികൾ ഇരിക്കുന്ന കസേരയല്ലേ ഇതെല്ലാം? ആ, അന്തസ്സുള്ള പട്ടികളാടി. അത് ശരി, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വളർന്ന പട്ടികൾ എത്ര വളർന്നാലും മനുഷ്യനോളം അന്തസ്സിന് ഒരിക്കലും കിട്ടില്ല അവൾക്ക്. ആ ശരി, നിങ്ങളുടെ വീട്ടിലെ പട്ടികൾക്ക് നിങ്ങളെക്കാൾ വീരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് പട്ടികളെക്കാൾ താഴാൻ പറ്റുമെന്ന് എനിക്ക് നന്നായി അറിയാം. സ്റ്റാൻലി, ഇപ്പോൾ ആരാണ് തരം താഴ്ന്നത്? ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതല്ല, ഒരു വാർത്ത അറിഞ്ഞിട്ട് തന്നെ വന്നതാ. എന്ത് വാർത്ത? സ്റ്റാൻലി, ഇവിടെ ഒരു വെപ്പാട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത. സ്റ്റാൻലിയുടെ മുഖം വല്ലാണ്ട് അങ്ങ് ചുമന്നു. ഒറ്റ നിമിഷം കൊണ്ട് സ്റ്റാൻലി റീതാമ്മയുടെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി പറയാണ്, ഒരു മുന്നറിയിപ്പ് ഞാൻ ആദ്യം തന്നെ തരികയാണ്. മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മുറിയിൽ നിന്ന് ഇപ്പോൾ തന്നെ പൊക്കണം. ഇല്ലെങ്കിൽ സ്ത്രീയാണെന്ന് ഞാൻ നോക്കത്തില്ല, അടിച്ചിറക്കി കളയും. ഓ, മര്യാദയോട് കാണിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ആരാണ് സ്റ്റാൻലി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന ആ പെണ്ണ്? അങ്ങനെ മര്യാദയ്ക്ക് ചോദിച്ചാൽ അന്തസ്സായിട്ട് സ്റ്റാൻലി മറുപടി പറയും, ഇവിടെ കൊണ്ടുവന്ന് താമസിച്ചിരുന്ന പെണ്ണ്, ആ പെൺകുട്ടി എൻ്റെ മകളാണ്. ഇതാണോ സ്റ്റാൻലിയുടെ അന്തസ്സുള്ള മറുപടി? സ്റ്റാൻലിക്ക് എത്ര മക്കളുണ്ട്? എനിക്കിപ്പോൾ മക്കൾ 4 പേരുണ്ട്. 4 മക്കളോ? ഒരെണ്ണം എവിടെ നിന്ന് വന്നു? എൻ്റെ അനിയത്തി എൽസമ്മ 3 മക്കളെ പ്രസവിച്ചതായിട്ട് മാത്രമേ എനിക്കറിയത്തുള്ളൂ. എനിക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബക്കാർക്കും അത് മാത്രമേ അറിയത്തുള്ളൂ. സ്റ്റാൻലി എൽസമ്മ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിച്ചതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അറിയില്ലെങ്കിൽ ഞാൻ പറയാം. എൽസമ്മ അല്ലാതെ വേറൊരു പെണ്ണ് സ്റ്റാൻലിയുടെ ഒരു മകളെ പ്രസവിച്ചു എന്നങ്ങ് കരുതിയാൽ മതി. അത് എവിടുത്തെ അന്തസ്സാ സ്റ്റാൻലി? നാഴിക 40 വട്ടം അന്തസ്സിന്റെ കാര്യം പറയുന്നതിനാണല്ലോ സ്റ്റാൻലി. ഇത് പട്ടാളക്കാരുടെ അന്തസ്സാണോ അതോ കൊട്ടാരം പറ്റും തറവാടിന്റെ അന്തസ്സോ? സ്റ്റാൻലിക്ക് അല്പം ക്ഷീണം തോന്നി. റീതാമ്മ പറയുന്നത് ന്യായമാണ്, അതിന് തർക്കുത്തരം പറഞ്ഞിട്ട് കണ്ണിച്ചിട്ട് കാര്യമില്ല. സ്റ്റാൻലി നേരെ വിഷയത്തിലേക്ക് വന്നു. എന്നിട്ട് മെല്ലെ ചോദിച്ചു, റീതാമ്മയ്ക്ക് എന്തൊക്കെ അറിയണം? വെറുതെ ഇവിടെ കിടന്ന് നാവിട്ട് അലക്കരുത്. ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പതരും. എൽസമ്മയുടെ കാര്യത്തിലല്ല സ്റ്റാൻലി താലി കെട്ടത്. ഇനി വേറെ സ്ത്രീയും മക്കളും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? ഇനി ഞാൻ വേറെ എത്ര വെപ്പാട്ടികളും മക്കളും വരാനുണ്ട്? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. റീതാമ്മ, ഞാൻ ആദ്യം പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. വെപ്പാട്ടി എന്നൊരു പ്രയോഗം ഇനി ഇവിടെ കേൾക്കരുത്. പക്ഷെ റീതാമ്മ ഒട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അവർ ചോദിച്ചു, ഇതുവരെ ഇല്ലായിരുന്ന ഒരു മകൾ ഇപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അത് ഞാൻ എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു അഫെയറിൽ സംഭവിച്ചു പോയതാണ്. എങ്കിൽ പിന്നെ എന്തിന് എൻ്റെ അനിയത്തിയുടെ ജീവിതം തുലച്ചു? അവളെ തന്നെ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചുകൂടായിരുന്നോ? ആഗ്രഹം അതായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഓ, അങ്ങനെയാണെങ്കിൽ ഇനി എൽസമ്മയും മക്കളും ഇനി എന്ത് ചെയ്യണം അതുകൂടെ ഒന്ന് പറഞ്ഞേക്ക്. അവരൊന്നും ചെയ്യണ്ട. ഇപ്പോൾ അവരുടെ കാര്യം നോക്കി ഇപ്പോൾ ഇരിക്കുന്ന പോലെ തന്നെ അങ്ങ് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി. അങ്ങനെ അങ്ങ് ഇരുന്നാൽ പോരല്ലോ സ്റ്റാൻലി, അവർക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഇനി ഇത് വൈകാതെ നാട് മുഴുവൻ പരക്കും. സ്റ്റാൻലിക്ക് പിഴച്ചു പറ്റിയ ഒരു മകൾ ഉണ്ടെന്നും അവളിപ്പോൾ സ്റ്റാൻലിയുടെ കൂടെയാണ് താമസമെന്നും ഇതേക്കുറിച്ചൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ എൽസമ്മയും മക്കളും എന്തുത്തരം പറയണം? എൽസമ്മ എന്തെങ്കിലും ഉത്തരം പറഞ്ഞോളും. അതോർത്ത് റീതാമ്മ വിഷമിക്കണ്ട. അല്ലെങ്കിൽ അവൾ എന്നോട് വന്ന് ചോദിക്കട്ടെ, ഞാൻ അപ്പോൾ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു കൊടുത്തോളാം. ഈ നിൽക്കുന്ന സ്റ്റാൻലിയുടെ മോളാണല്ലോ. പപ്പായ്ക്ക് ഒരു രഹസ്യപുത്രൻ ഉണ്ടെന്ന് കേട്ടാലോ എന്ന് ആരെങ്കിലും കളിയാക്കിയാൽ അവൾ എന്ത് മറുപടി പറയും സ്റ്റാൻലി? ഇവളുടെ തല താണു പോയില്ലേ? ഈ മകളുടെ മനസ്സ് തട്ടുന്ന അപമാനത്തിന് സ്റ്റാൻലിയുടെ കയ്യിൽ മറുമരുന്ന് എന്തെങ്കിലും ഉണ്ടോ? പട്ടാളക്കാരന്റെ തൊപ്പിയിൽ വെക്കുന്ന കീർത്തി മുദ്രയോ യൂണിഫോമിൽ തുന്നിച്ചേർക്കുന്ന മെഡലോ ഒന്നുമല്ല. ഒരു അഭിഹിത സന്തതിയുടെ അപ്പനാണെന്നുള്ള ദുഷ്പേരാണ്. സ്റ്റാൻലി വല്ലാതെ അസ്വസ്ഥനായി. പെട്ടെന്ന് ചാടി എണീറ്റ് എന്നിട്ട് പറഞ്ഞു, റീതാമ്മ, ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഞാൻ പരാജയപ്പെട്ടു പോയി. ഇങ്ങനൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് അറിഞ്ഞപ്പോൾ ഞാൻ അവളെ ഇനി ഏറ്റെടുത്തു. അത് തന്നെ എൻ്റെ കടമയാണ് എന്നെനിക്ക് തോന്നി. കൂടുതലൊന്നും എന്നെ പറയാനില്ല
സ്റ്റാൻലി, ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? സ്റ്റാൻലിയുടെ മക്കൾക്ക് ഇതിനോട് പൊരുത്തപ്പെടാൻ കഴിയുമോ? സ്റ്റാൻലി അവരുടെ ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരുത്തിയെ വിളിച്ചു വരുത്തി ഇവിടെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്? റീത്താമ്മ ഏകദേശം 24 വർഷം മുമ്പ് എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അന്ന് എൽസമ്മ എൻ്റെ ഭാര്യയായിരുന്നില്ല, എനിക്ക് മക്കളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ ആലോചിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അല്ലെങ്കിലും ആരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല സ്റ്റാൻലി ഇന്നേ വരെ തീരുമാനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് ശരി, ഒരു കാര്യം സ്റ്റാൻലി മനസ്സിലാക്കൂ, എൽസമ്മയും അവരുടെ മക്കളും അവരെ ആരുമല്ലാത്തവരില്ല. പുളിക്ക് തറവാട്ടിൽ എന്തിനു പോകുന്ന ആണുങ്ങളുണ്ടായിരുന്നു എക്കാലത്തും. ഇപ്പോഴും അതിന് കുറവൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് 1ഉം 2ഉം അല്ല 4 ആങ്ങളമാരുണ്ട് ചോദിക്കാനും പറയാനും ഒക്കെ. പോരെങ്കിൽ ഈ നാട്ടിൽ പോലീസും ഉണ്ട്, കോടതിയുണ്ട്, പള്ളിയും പാതിരിയും ഉണ്ട്. അത് ഞങ്ങൾ വെറുതെ വിടില്ല. ആഹാ, അത് ശരി. എന്നാൽ പിന്നെ റീത്താമ്മ ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്യ്. പക്ഷെ അതിനു മുമ്പേ ഒന്ന് ചിന്തിച്ചോണം. കഴിഞ്ഞ 24 വർഷം കൊണ്ട് കുളത്തൂപ്പുഴ പാലത്തിനടിയിൽ കൂടി ഒലിച്ചുപോയ വെള്ളം മുഴുവൻ തിരികെ വരാൻ റീത്താമ്മയ്ക്ക് പറ്റുമോ? മീൻമുട്ടിയാർ തലകുത്തനെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഇല്ല. 24 വർഷം മുമ്പ് ജനിച്ച കുഞ്ഞിനെ തിരിച്ച് അമ്മയുടെ ഗർഭാത്രത്തിൽ ഒളിപ്പിക്കാൻ പറ്റുമോ? അവളുടെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് സ്റ്റാൻലിയുടെ പേർ അത് വെട്ടിക്കളയാൻ പറ്റുമോ? സ്റ്റാൻലി പറയുന്നതിനൊക്കെ സ്റ്റാൻലിയുടെ ന്യായമാണ്. പക്ഷേ നീതിമാന്മാർ നോക്കുമ്പോൾ ഞങ്ങളുടെ പക്ഷത്തായിരിക്കും യഥാർത്ഥ ന്യായം. ഇങ്ങനെ ഒരു മകൾ ഉണ്ടെങ്കിൽ തന്നെ അവൾ അവകാശവാദം ഉന്നയിക്കാതെ അത് അംഗീകരിക്കേണ്ട ആവശ്യം സ്റ്റാൻലിക്കില്ല. അവളെ ഇവിടെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാക്കി വെച്ച അപമാനത്തിന് സ്റ്റാൻലി കണക്ക് പറഞ്ഞേ പറ്റൂ. സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ കൂടെ തിരികെ എന്നിട്ട് പറഞ്ഞു, റീത്താമ്മയ്ക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞെങ്കിൽ തിരികെ പോകാം. പക്ഷെ ഇനിയും വരും. റീത്താമ്മയുടെ സ്വരം അങ്ങ് കനത്തു. തുടർന്നവർ ടാനിയയുടെ കൈക്ക് പിടിച്ചിട്ട് പറയുക, മോളെ, ഇങ്ങനെ ഇവിടെ ഒരു പപ്പയുടെ മോളായിട്ട് ജനിക്കേണ്ടി വന്നതാണ് നിന്റെയൊക്കെ ശാപം. റീത്താമ്മേ, ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം പോലും നിങ്ങൾ സംസാരിച്ചേക്കരുത്. റീത്തമ്മ വാതിലിനടുത്തേക്ക് നടന്നു. 2 ചുവട് നടന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ വാക്ക് റീത്താമ്മ ആന്റി പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം. പപ്പ അത് സത്യം തന്നെയാണെന്ന്. പെട്ടെന്ന് സ്റ്റാൻലി വാതിക്കലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയാണ്, നീ എന്നോട് സംസാരിക്കാറായിട്ടില്ല, പൊക്കോ. വെളിയിൽ അത് കേട്ടുകൊണ്ട് ടാനിയ റീത്താമ്മയുടെ പിന്നാലെ വാതിൽ കടന്നുപോയി. ഇടനാഴിയിൽ ആൻ്റപ്പനെ കണ്ടിട്ട് റീത്താമ്മ ചോദിക്കുക, എനിക്ക് അവളെ ഒന്ന് കണ്ടിട്ട് പോണം. ഏതാ ആൻ്റപ്പ? അവളുടെ മുറി. ആൻ്റപ്പൻ ശബ്ദിച്ചില്ല. പക്ഷേ അയാൾ മുറി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ സമയം അരീന കുളി കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നനഞ്ഞു പിഴിഞ്ഞ വസ്ത്രങ്ങൾ അവൾ കൈത്തണ്ടയിൽ ഇട്ടിരുന്നു. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വാതിൽ തള്ളി തുറക്കപ്പെട്ടു. മധ്യവയസ്കായ ഒരു സ്ത്രീയും പിന്നിൽ ജീൻസും ടീഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടിയും. അവളുടെ മുഖം കണ്ടിട്ട് അരീനയ്ക്ക് കൗതുകമായി. തൻ്റെ മുഖഛായയോട് വിദൂര സാദൃശ്യമുള്ള ഒരു മുഖം. റീത്താമ്മ അരീനെ അടിമുടി നോക്കി. ആദ്യം ഒരു അന്താളിപ്പാണ് അവർക്ക് തോന്നിയത്. സ്റ്റാൻലിയുടെ അമ്മയെ റീത്താമ്മ ഏതാനും വർഷം മുമ്പ് കണ്ടിട്ടുണ്ട്. ഇനി സംശയത്തിന് അടിസ്ഥാനം ഒന്നുമില്ലെന്ന് റീത്താമ്മയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. അധികാരസ്വരത്തിൽ റീത്താമ്മ ചോദിച്ചു, എന്താ നിന്റെ പേര്? അലീന. സ്റ്റാൻലിയുടെ പേരിലുള്ള സ്വത്തും മോഹിച്ച് ഇറങ്ങി തിരിച്ച് വന്നിരിക്കുകയാണ് നീ അല്ലേടി? പക്ഷേ ഒന്ന് ഓർത്തോ, നീ 90 ദിവസം നീ ഇവിടെ തേക്കത്തില്ല. റീത്താമ്മ പറഞ്ഞിട്ടുള്ളതൊന്നും ഇതുവരെ തെറ്റിട്ടില്ലെന്ന് കൂടി നീ മനസ്സിലാക്കിക്കൂ. അവരുടെ പ്രകടനം കണ്ടുകൊണ്ടുവന്ന അലീന ഒരു അമ്പരപ്പോടുകൂടി ചോദിക്കുകയാണ്, അല്ല, ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം, അധികം വയ്യാതെ തന്നെ മനസ്സിലാക്കി തരാം. ഇത്രയും പറഞ്ഞിട്ട് റീത്താമ്മ തിരിഞ്ഞു നടന്നു. പിന്നാലെ ടാനിയയും. അലീന സിറ്റൗട്ടിൽ വന്നപ്പോഴേക്ക് റീത്താമ്മയും ടാനിയയും കാറിൽ കയറി. അലീന നിൽക്കുന്നിടത്തേക്ക് റീത്താമ്മ തറപ്പിച്ചൊന്ന് നോക്കി. എന്നിട്ട് കാർ സ്റ്റാർട്ടാക്കി എഞ്ചിൻ നല്ലപോലെ ഇരപ്പിച്ച ശേഷം മുറ്റത്തിട്ട് തിരിച്ചിട്ട് റോഡിലുള്ള പാതയിലൂടെ ഓടിച്ചുപോയി. ആരാണത്? അലീനയ്ക്കൊന്നും മനസ്സിലായില്ല. ഇനിയിപ്പോൾ പപ്പായുടെ ഭാര്യയായിരിക്കുമോ? അപ്പോൾ മറ്റേ പെൺകുട്ടിയോ? അവൾ സംശയിച്ച് നിൽക്കുമ്പോൾ ആൻ്റപ്പൻ സിറ്റൗട്ടിലേക്ക് വന്നു. അയാളെ കണ്ടുകൊണ്ട് അലീന ചോദിക്കുകയാണ്, ആരൊക്കെയാ ആൻ്റപ്പൻ ചേട്ടാ ഈ വന്നിട്ട് പോയത്? അത് റീത്താമ്മയും ലാനിയ കൊച്ചുമാ. ആരായി റീത്താമ്മ? അത് മുതലാളിയുടെ വൈഫിൻ്റെ ചേച്ചിയാ. മറ്റേ പെൺകുട്ടിയോ? അത് കേണസാബിൻ്റെ മകൾ ടാനിയ മോൾ. അലീനയ്ക്ക് ഇച്ഛാഭംഗമായി. ആ കുട്ടിയെ ശരിക്കൊന്ന് കണ്ടുപോലുമില്ല. വിളിച്ച് അടുത്ത് നിർത്തി ഒന്ന് കാണേണ്ടതായിരുന്നു. അവളോട് സ്നേഹത്തോടെ സംസാരിക്കണമായിരുന്നു. താൻ അവരുടെ ശത്രുവല്ലെന്നും ഒന്ന് തട്ടിയെടുക്കാൻ ആഗ്രഹമില്ലെന്നും അവരോട് പറയേണ്ടതായിരുന്നു. തൻ്റെ പപ്പയുടെ മകൾ തനിക്ക് അനിയത്തിയാണ്. അതിനൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലല്ലോ. അത് നന്നായി എൻ്റെ കുഞ്ഞെ. അതിനോട് എന്നെ മിണ്ടാനാ? അത് മിണ്ടായിരിക്കുന്ന നല്ലത്. മനുഷ്യജീവിയോടെല്ലാം വെറുപ്പാണെന്ന് തോന്നും.
അതിൻ്റെയൊക്കെ വർത്തമാനം കേട്ടാൽ കേണസാബിൻ്റെ അടുത്ത് മാത്രം ഒന്നും ചിലവാകത്തില്ല. കണ്ടിട്ട് പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ലല്ലോ. ആ കാണുന്ന പോലൊന്നും അല്ല. പിന്നെ എങ്ങനെയാ? ആൻ്റപ്പനൊന്നും മിണ്ടിയില്ല. അപ്പോൾ വീണ്ടും അലീന ചോദിച്ചു, അതെന്തുകൊണ്ടാ ആൻ്റപ്പ ചേട്ടാ കേണസാബിൻ്റെ വൈഫിൻ്റെ ചേച്ചി വന്നത്? എന്തുകൊണ്ടാണ് വൈഫ് നേരിട്ട് വരാഞ്ഞത്? സാധാരണ അങ്ങനെയല്ലേ പതിവ്? എൻ്റെ കുഞ്ഞെ, എനിക്ക് ഇതേപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്നോട് ചോദിച്ചേക്കല്ലേ. കേണസാബിൻ്റെ അടുത്ത് നേരിട്ട് അങ്ങ് ചോദിച്ചാൽ മതി. ഉടനെ അലീന ഒന്ന് അടക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ആൻ്റപ്പച്ചേട്ടൻ വാതുറക്കാൻ പേടിയാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. ആ, കൊള്ളാം. കേണസാബിൻ്റെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാനൊക്കത്തില്ല. ആഹ, മാറട്ടെ. അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് അല്പം മാറ്റം ഉണ്ടാകുന്നത് നല്ലതല്ലേ ആൻ്റപ്പച്ചേട്ടാ? കുഞ്ഞിനറിയാൻ പറ്റാഞ്ഞുണ്ടാ കുഞ്ഞെ. പൗലോസുമായിട്ടുള്ള പ്രശ്നത്തിൽ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇവിടെ ഭൂകമ്പം നടന്നേനെ. ഞാൻ കേണലിൻ്റെ മോളായത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംസാരിച്ചത്. വേറെ വല്ലവരും അങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ആ മകളാണോ ഭാര്യയോ എന്നൊന്നും കേണൽ സാബ് ചിലപ്പോൾ നോക്കത്തില്ല. ചുരുക്കത്തിൽ എനിക്ക് അടി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. അതല്ലേ ആൻ്റപ്പച്ചേട്ടൻ പറഞ്ഞു വരുന്നത്? അപ്പോൾ ആൻ്റപ്പച്ചേട്ടൻ ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കുഞ്ഞെ. കേണൽ സാബിൻ്റെ മോളാണെന്ന് പറഞ്ഞല്ലോ, ഏത് വകയിലാ? എനിക്ക് അതാണ് ഒരു പിടിയും കിട്ടാത്തത്. എനിക്ക് അതേപ്പറ്റി വലിയ പിടിയൊന്നുമില്ല ആൻ്റപ്പച്ചേട്ടാ. കേണൽ സാബിനോട് തന്നെ അങ്ങ് ചോദിച്ചാൽ പോരെ. ആൻ്റപ്പൻ അലീനെ സൂക്ഷിച്ചൊന്ന് നോക്കി, എന്നിട്ട് നടന്നങ്ങ് പോയി. അലീന ചിന്താധീനായി അല്പനേരം അവിടെ തന്നെ നിന്നു. എന്നിട്ട് അവൾ ചിന്തിച്ചു, ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരു മകൾ ഇവിടെ വന്ന് തൻ്റെ ഭർത്താവിനോടൊപ്പം താമസിക്കുന്നെന്ന് അറിഞ്ഞാൽ ഏത് ഭാര്യയും ഓടിയെത്തേണ്ടതാണ്. പകരം ഇവിടെ വന്നതോ അവരുടെ സഹോദരിയും കൂടെ പപ്പായുടെ മോളും. അലീനയ്ക്ക് എല്ലാം വിചിത്രമായിട്ട് തോന്നി. റീതാമ്മയുടെ മടങ്ങിപ്പോക്ക് ഒരു ഭൂകമ്പത്തിൻ്റെ ആരംഭമായിരുന്നു. അതേ തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് സ്റ്റാൻലിയുടെ ബംഗ്ലാവിനെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന പല സംഭവങ്ങളുമാണെന്ന്. സ്റ്റാൻലിയുടെ ഭാര്യയുടെ ആങ്ങളമാരും പള്ളിയിലെ അച്ഛനും ഒക്കെ ചേർന്ന് അലീനെ കുടിയിറക്കുവാൻ വേണ്ടി കുളത്തൂപ്പുഴയിലേക്ക് പാഞ്ഞെത്തുവാൻ പോവുകയാണ് എന്ന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അലീനയ്ക്ക് വേദനയോടുകൂടി പടിയിറങ്ങേണ്ടി വരുമോ? അതോ അലീനെ തുരത്തി ഓടിക്കുവാൻ വേണ്ടി വന്നവരെ സ്റ്റാൻലി തൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് തുരത്തുമോ? ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും വരാം.